Hi, my dear friends. Welcome to another new video on my channel. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഐ ഹാവ് ടു പ്ലസ് V1 ആണ്. അതിൻ്റെ തുടർച്ച ഷീ ഹാസ് ടു പ്ലസ് V1 അതാണ് ഇന്നത്തെ യൂസേജ്. അതിൻ്റെ 4 രൂപങ്ങളും WH ഫോംസും എങ്ങനെയാണ് ചേർക്കുക എന്ന് നോക്കാം. ഓക്കെ, അപ്പം ഷീ ഹാസ് ടു പ്ലസ് V1 ഫോം ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതിൻ്റെ 4 രൂപങ്ങളും അതിൻ്റെ WH ഫോംസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സെൻറ്റൻസുകൾ പരിചയപ്പെടാം. അതിൻ്റെ 4 രൂപം അതിൻ്റെ WH ഫോംസും. ഓക്കെ സുഹൃത്തുക്കളെ, ഹാസ് ടു ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷീ സിംഗുലറാണ്, അതുകൊണ്ടാണ് നമ്മൾ ഹാസ് ടു ചേർക്കുന്നത്. ഷീ ഹാസ് ടു V1 ഫോം. ഹി സിംഗുലറാണ്, ഹി ഹാസ് ടു V1 ഫോം. ഇറ്റ് ഹാസ് ടു V1 ഫോം. രാജു ഹാസ് ടു V1 ഫോം. ഹാസ് ടു സിംഗുലറിൻ്റെ കൂടെയാണ് ചേർക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് ആ സെൻറ്റൻസുകൾ. ഷീ ഹാസ് ടു വേക്കപ്പ് ഏർലി, അവൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ട്. ഷീ ഡസ് നോട്ട് ഹാവ് ടു വേക്കപ്പ് ഏർലി, അവൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതില്ല. ഡസ് ഷീ ഹാവ് ടു വേക്കപ്പ് ഏർലി, അവൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടോ? ഡസൻറ്റ് ഷീ ഹാവ് ടു വേക്കപ്പ് ഏർലി, അവൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതില്ലേ? ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷീ ഹാസ് ടു വേക്കപ്പ് ഏർലി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ഹാസിൻ്റെ കൂടെ നോട്ട് ചേർത്ത് പോകും. ഷീ ഹാസ് നോട്ട് വേക്കപ്പ് ഏർലി വേക്കപ്പ് ഏർലി എന്ന് പറഞ്ഞു പോകും. അത് പാടില്ല. കാരണം ഇവിടെ ഹാസ് എന്ന് പറഞ്ഞാൽ മെയിൻ വെർബാണ്. ഹാസ് ടു എന്ന് പറഞ്ഞാൽ ഹാസ് ഇവിടെ മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഹാസിൻ്റെ ഉള്ളിൽ നിന്ന് ഡസിനെ പുറത്തെടുക്കണം. ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. അപ്പോൾ ഷീ ഡസൻറ്റ് ഹാവ് ടു വേക്കപ്പ് ഏർലി എന്നാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. നേരത്തെ നമ്മൾ WH ഫോംസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ കുറച്ച് നമുക്ക് WH ഫോംസിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. വൈ ഡസ് ഷീ ഹാവ് ടു വേക്കപ്പ് ഏർലി, അവൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടത് എന്തുകൊണ്ടാണ്? വെൻ ഡസ് ഷീ ഹാവ് ടു വേക്കപ്പ്, അവൾ എപ്പോൾ എഴുന്നേൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവൾക്ക് എപ്പോൾ എഴുന്നേൽക്കേണ്ടതുണ്ട്. വാട്ട് ഡസ് ഷീ ഹാവ് ടു ഡു ഏർലി, അവൾക്ക് നേരത്തെ എന്ത് ചെയ്യേണ്ടതാണ്, എന്താണ് അവൾക്ക് നേരത്തെ ചെയ്യേണ്ടതുള്ളത് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് ഹി ഹാസ് ടു ഫിനിഷ് ദ വർക്ക് ടുഡേ, അവന് ഇന്ന് ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഹി ഡസ് നോട്ട് ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ടുഡേ, അവൻ ഇന്ന് ജോലി പൂർത്തിയാക്കേണ്ടതില്ല. ഡസ് ഹി ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ടുഡേ, അവൻ ഇന്ന് ജോലി പൂർത്തിയാക്കേണ്ടതുണ്ടോ? ഡസൻറ്റ് ഹി ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ടുഡേ, അവൻ ഇന്ന് ജോലി പൂർത്തിയാക്കേണ്ടതില്ലേ? ഇനി സുഹൃത്തുക്കളെ, ഇറ്റ് ഹാസ് പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കണമല്ലോ. അതുകൊണ്ട് ഇറ്റ് ഹാസും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ് ഹാസ് ടു ബി ഡൺ കെയർഫുള്ളി, അത് സൂക്ഷ്മമായി ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി ഡൺ കെയർഫുള്ളി, അത് സൂക്ഷ്മമായി ചെയ്യേണ്ടതില്ല. ഡസ് ഇറ്റ് ഹാവ് ടു ബി ഡൺ കെയർഫുള്ളി, അത് സൂക്ഷ്മമായി ചെയ്യേണ്ടതുണ്ടോ? ഡസൻറ്റ് ഇറ്റ് ഹാവ് ടു ബി ഡൺ കെയർഫുള്ളി, അത് സൂക്ഷ്മമായി ചെയ്യേണ്ടതില്ലേ? അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, രാജു ഹാസ് ടു ഗോ ടു ഊട്ടി, ഇതെങ്ങനെയാണ് 4 രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുക? ഇത് 4 രൂപത്തിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ? ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പം ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത വരുന്നതായിരിക്കും ഹാഡ് ടു പ്ലസ് V1 ഫോം. ഓക്കെ, ബൈ.